ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിശബ്ദത പാലിക്കുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നു, കൂടുതൽ സംസാരിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നു, മിതമായി സംസാരിക്കുന്നവരെ അവർ കുറ്റപ്പെടുത്തുന്നു. കുറ്റപ്പെടുത്താത്തവരായി ലോകത്ത് ആരുമില്ല. ബുദ്ധൻ. ഇന്ത്യയിലെ ജയ്പൂരിലെ തിരക്കേറിയ സുഗന്ധവ്യഞ്ജന വിപണിയിൽ മായ എന്ന യുവതി താമസിച്ചിരുന്നു. ചടുലമായ സിൽക്കുകൾക്കും അതിമനോഹരമായ എംബ്രോയിഡറിക്കും പേരുകേട്ട മായയുടെ സ്റ്റാൾ ഒരു ജനപ്രിയ ലക്ഷ്യസ്ഥാനമായിരുന്നു. എന്നിരുന്നാലും മായ രാത്രിയിൽ മരുഭൂമിയിലെ മണൽ പോലെ നിശബ്ദയായിരുന്നു. അവളുടെ വർണ്ണാഭമായ സൃഷ്ടികളെ സംസാരിക്കാൻ അനുവദിച്ചുകൊണ്ട് അവൾ അപൂർവമായി സംസാരിച്ചു. ഒരു ദിവസം അമ്പരപ്പിക്കുന്ന ഒരു ടൂറിസ്റ്റ് വന്നു. അവന്റെ ശബ്ദം മാർക്കറ്റിലൂടെ ഉയർന്നു. നിറങ്ങൾ വളരെ ബോൾഡ് ആണെന്നും പാറ്റേണുകൾ വളരെ സങ്കീർണമാണെന്നും അദ്ദേഹം മായയുടെ സൃഷ്ടിയെ വിമർശിച്ചു. മായ അവളുടെ സ്വഭാവം അനുസരിച്ച് നിശബ്ദയായി. അടുത്ത ദിവസം സുന്ദരികളായ ഒരു കൂട്ടം സ്ത്രീകൾ സന്ദർശിച്ചു. സങ്കീർണമായ വിശദാംശങ്ങൾ അവർ അഭിനന്ദിച്ചു, പക്ഷേ ഡിസൈനുകൾ വളരെ പരമ്പരാഗതമായി കണ്ടെത്തി. വീണ്ടും മായ നിശബ്ദത പാലിച്ചു. ഒരു ചെറിയ നെറ്റി ചുളിഞ്ഞു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി, കുശുകുശുക്കാൻ തുടങ്ങി. ചില ഉപഭോക്താക്കൾ മായയുടെ ശാന്തമായ പെരുമാറ്റത്തെ പ്രശംസിച്ചു, അവളെ ജ്ഞാനി എന്നും നിഗൂഢം എന്നും വിളിച്ചു. മറ്റുള്ളവർ അവളുടെ ആത്മവിശ്വാസത്തെയും അഭിനിവേശത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് അവളുടെ നിശബ്ദതയെ അസ്ഥാനത്താക്കി. പ്രശംസയുടെയും വിമർശനത്തിന്റെയും ഭാരം അനുഭവിച്ച മായ സ്വയം സംശയിക്കാൻ തുടങ്ങി. ഒരു സായാഹ്നത്തിൽ ഹവാമഹലിന് താഴെ സൂര്യൻ മുങ്ങിയപ്പോൾ സൗമ്യമായ കണ്ണുകളുള്ള ഒരു വൃദ്ധ മായയുടെ സ്റ്റാളിനടുത്തേക്ക് വന്നു. മായയുടെ തളർച്ച ശ്രദ്ധിച്ച ആ സ്ത്രീ ചോദിച്ചു, എന്തിനാണ് ചെറുപ്പം നീണ്ട മുഖം? മടിയോടെ മായ തന്റെ ഹൃദയം പകർന്നു. പോസിറ്റീവും പ്രതികൂലവുമായ വിമർശനങ്ങളുടെ നിരന്തരമായ പ്രവാഹത്തെ വിശദീകരിച്ചു. ആ സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നൃത്തം ചെയ്യുന്ന മയിലിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മായ തലയാട്ടി. സ്ത്രീ തുടർന്നു, അതിശയകരമായ തൂവലുകൾക്ക് പേരുകേട്ട ഒരു ഗംഭീര മയിൽ ഒരിക്കൽ ഈ നഗരത്തിൽ തന്നെ വസിച്ചിരുന്നു. ഓരോ തവണയും അത് അതിന്റെ നിറങ്ങൾ പരത്തുമ്പോൾ ചിലർക്ക് അത് ആഡംബരവും മറ്റു ചിലർ ഗംഭീരവുമായി തോന്നി. അനന്തമായ അഭിപ്രായങ്ങളാൽ ആശയക്കുഴപ്പത്തിലായ മയിൽ നിന്നു. മൊത്തത്തിൽ നൃത്തം ചെയ്യുന്നു. എന്നാൽ പിന്നെ എന്ത് സംഭവിച്ചു? മായ ആകർഷിച്ചുകൊണ്ട് ചോദിച്ചു. കാട് മങ്ങിയതായി വളർന്നു, സ്ത്രീ പറഞ്ഞു. നൃത്തത്തോടൊപ്പം അത് കൊണ്ടുവന്ന ജീവൻ അപ്രത്യക്ഷമായി. ഒരു ദിവസം ബുദ്ധിമാനായ ഒരു കുരങ്ങൻ മയിലിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, കാടിന് നിങ്ങളുടെ നൃത്തം, നിങ്ങളുടെ ആത്മാവ് ആവശ്യമാണ്. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാകട്ടെ, പക്ഷേ നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ അവരെ അനുവദിക്കരുത്. മായയുടെ കണ്ണുകളിൽ ഒരു തീപ്പൊരി ജ്വലിച്ചു. അവൾക്ക് മനസ്സിലായി, അത് അംഗീകാരം തേടുന്നതിനോ വിമർശനം ഒഴിവാക്കുന്നതിനോ ആയിരുന്നില്ല, സ്വന്തം ശബ്ദം, സ്വന്തം താളം കണ്ടെത്തുന്നതായിരുന്നു അത്. അടുത്ത ദിവസം മായ ഉയർന്നു നിന്നു. അവളുടെ കണ്ണുകൾ പുതിയ ആത്മവിശ്വാസത്താൽ തിളങ്ങി. ഒരു ഉപഭോക്താവ് അവളുടെ ജോലിയെ വിമർശിച്ചപ്പോൾ അവരുടെ ഫീഡ്ബാക്കിന് അവർ മാന്യമായി നന്ദി പറഞ്ഞു. മറ്റൊരാൾ അവളെ അഭിനന്ദിച്ചപ്പോൾ അവൾ മാന്യമായ ഒരു പുഞ്ചിരി നൽകി. ഏറ്റവും പ്രധാനമായി മായ ഊർജ്ജസ്വലവും സങ്കീർണവുമായ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നത് തുടർന്നു. അവളുടെ അഭിനിവേശം അവളുടെ ജോലിയിലേക്ക് സ്വതന്ത്രമായി ഒഴുകുന്നു. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.